ഗോവിന്ദചാമി വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ സഹായിച്ചതാര്? ഗോവിന്ദചാമിക്ക് ചപ്പാത്തി മാത്രം തിന്നാൻ കൊടുത്തതാര്? ഇനി മറ്റൊന്ന്, ഗോവിന്ദചാമി ഷേവ് ചെയ്യാത്തത് എന്തുകൊണ്ട്? അതായത് ഈ ജയിലിലുള്ള ജയിൽ പുള്ളികളൊക്കെ കൃത്യമായി കുളിക്കുന്നുണ്ടോ, വസ്ത്രം അലക്കുന്നുണ്ടോ, ഷേവ് ചെയ്യാനൊക്കെ പ്രത്യേക ആളുകളുണ്ട്. തുണി നനയ്ക്കുന്നതൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെയാണ്. ഷേവ് ചെയ്യാനൊക്കെ അവിടെ ആളുകളുണ്ട്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ജയിലിലാൽ സ്വാമി ഷേവ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം. ഗോവിന്ദചാമിയാണ്, സ്വാമിയല്ല, ഗോവിന്ദചാമി എന്തുകൊണ്ട് ഷേവ് ചെയ്തില്ല എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൽ ജയിൽ അധികൃതർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, എന്തെങ്കിലും സഹായം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് നേരത്തെയൊക്കെ ഉയർന്നു വന്നത്. പിന്നീട് മറ്റു പല കാരണങ്ങളിലാലും ആ വാർത്തകളൊക്കെ അങ്ങ് മുങ്ങിപ്പോയി. പക്ഷെ ഇപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ജയിൽ ചാടാറായി ഗോവിന്ദചാമിയെ ആരെല്ലാം സഹായിച്ചു എന്നറിയാനാണ് ചോദ്യം ചെയ്യൽ. ജൂലൈ 25-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിറ്റേന്ന് തന്നെ ഗോവിന്ദചാമിയെ തൃശൂരിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ എത്തിയ ഇയാളെ അധികൃതർ ജയിൽ ചാട്ടങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നാണ് സൂചന. ഇതിനിടെയാണ് ചോദ്യം ചെയ്യൽ. ഒരു ഘട്ടമുണ്ട്. ഇവിടെ എത്തിയ ഇയാളെ അധികൃതർ ജയിൽ ചട്ടങ്ങൾ പഠിപ്പിക്കുക എന്നാണ് സൂചന. ഇതിനിടെയാണ് ചോദ്യം ചെയ്യൽ. അതിസുരക്ഷാ ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇടത്തുള്ള 1ാമത്തെ സെല്ലിൽ ഏകാന്ത തടവിലാണ് ഗോവിന്ദചാമി. കണ്ണൂരിൽ നിന്ന് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയ ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം വിയ്യൂരിലെത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. അന്വേഷണം കടുപ്പിക്കണമെന്ന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ കൊടിസുനിയുടെ മദ്യപാനത്തിലും റവാഡയുടെ നിലപാടിൽ തലശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. ഗോവിന്ദചാമിക്ക് ഒറ്റയ്ക്ക് ജയിൽ ചാടാൻ സാധിക്കില്ല എന്നും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കുമെന്നും ഇയാൾ ജയിൽ ചാടിയത് മുതൽ സംശയമുണ്ടായിരുന്നു. ഗോവിന്ദചാമിയെ ജയിലിൽ ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് എന്ന ഗോവിന്ദചാമി പ്രതിയായ കൊലക്കേസിലെ ഇരയുടെ അമ്മയും ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം കടുപ്പിക്കുന്നത്. ഇതിനെ ചില കേന്ദ്രങ്ങൾ സംശയത്തോടെ കാണുന്നുമുണ്ട്. കണ്ണൂർ ജയിലിലെ സംവിധാനങ്ങളെ അട്ടിമറിക്കുവാനുള്ള പോലീസ് മേധാവിയുടെ ഇടപെടലായി ഇതിനെ ചില കേന്ദ്രങ്ങൾ കാണുന്നു. TP കേസ് പ്രതികളെ അടക്കം പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. ഭാവിയിൽ പരോൾ നൽകാതിരിക്കാനുള്ള ഇടപെടലായും ഇതിനെ ചിലർ വിലയിരുത്തുന്നുണ്ട്. ഗോവിന്ദചാമി കേസിലെ അന്വേഷണവും ഇതിനു വേണ്ടിയാണോ എന്ന സംശയം അവർക്കുണ്ട്. പക്ഷേ അന്വേഷണത്തെ എതിർക്കാൻ ആർക്കും കഴിയില്ല. ഗോവിന്ദചാമിയെ ആരോ സഹായിച്ചു എന്ന നിഗമനം പോലീസിനുമുണ്ട്. ഇതാ പോലീസ് മേധാവിയെയും അവർ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം. സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമിയുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി ചപ്പാത്തി നൽകാൻ ആരാണ് നിർദ്ദേശിച്ചത് എന്ന ചോദ്യത്തിന് ജയിൽ DIG തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉത്തരമില്ല. ഡോക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിലേ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ളൂ. എന്നാൽ ഡോക്ടർ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ചപ്പാത്തി കഴിച്ചാൽ മെലിയുമെന്നും അതുകൊണ്ട് മാസങ്ങളായി അതാണ് കഴിക്കുന്നതെന്നും ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴിയിലുമുണ്ട്. ശരീരം മെലിയുന്നത് പ്രത്യക്ഷത്തിൽ ബോധ്യമായതോടെ ആ നില തുടരുകയായിരുന്നു. മെലിയാൻ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതും ദുരൂഹമാണ്. അതിനിടെ ഗോവിന്ദചാമിയുടെ മുടി പറ്റെ വെട്ടി മീശയും താടിയും വടിച്ചു. നേരത്തെ ഷേവിംഗ് അലർജി ആയതിനാലാണ് താടി വടിക്കാത്തതെന്നാണ് ഗോവിന്ദചാമി മൊഴി നൽകിയതായി പറഞ്ഞിരുന്നത്. എന്നാൽ തനിക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നും കണ്ണൂർ ജയിലിലെ അധികൃതർ തന്നോട് ഷേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് ഗോവിന്ദചാമി ഇപ്പോൾ പറയുന്നത്. അതായത് കണ്ണൂരിൽ എല്ലാം തോന്നിയതുപോലെ ആയിരുന്നു. വിയ്യൂരിൽ ഗോവിന്ദചാമി പൂർണ്ണ നിരീക്ഷണത്തിലാണ്. ഈ സെല്ലിന് നേരെ എതിർവശത്തുള്ള ഔട്ട് പോസ്റ്റിൽ 24 മണിക്കൂറും 2 ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ട്. ഇതിനു പുറമെ ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ DGP ഗോവിന്ദചാമിയുടെ സെൽ സന്ദർശിച്ച് സുരക്ഷ ഉറപ്പാക്കിയിട്ടുമുണ്ട്. കണ്ണൂരിൽ അതീവ സുരക്ഷയുള്ള ജയിലിൽ 10ാം നമ്പർ ബ്ലോക്കിലാണ് 25-ന് പുലർച്ചെ ഗോവിന്ദചാമി ചാടി രക്ഷപ്പെട്ടത്. പിന്നീട് തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്ന വാർത്തകളാണ് വന്നത്. അതായത് കണ്ണൂരിലെ സുരക്ഷിതമായ ജയിലെന്ന് പറയുന്ന കണ്ണൂരിലെ ജയിലിൽ എന്ത് നടക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഗോവിന്ദചാമി ഷേവ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അലർജിയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പക്ഷേ എനിക്ക് അലർജിയൊന്നുമില്ല, ഇവിടെ തോന്നിയതുപോലെയാണ് കാര്യങ്ങൾ. ഷേവ് ചെയ്താൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്, ആഹാരം കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിൽ എന്ത്,
വെളിയിലേക്ക് ചാടിയാൽ അത്, ചാടിയില്ലെങ്കിൽ എന്താ നിഗമനത്തിലാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ഈ പണ്ടേ തന്നെ കണ്ണൂർ ജയിലിന് വലിയ രീതിയിലുള്ള പേരുദോഷമുണ്ട് എന്നുള്ളതാണ്. കാരണം സഹാക്കന്മാർ ഭരിക്കുന്ന ജയിലാണ് കണ്ണൂർ ജയിൽ എന്നാണ് പറയുന്നത്. അവിടെ ലഹരി കിട്ടും, ഫോൺ കിട്ടും, പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കാം, ആരെ വേണമെങ്കിലും വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും കാണാം, പരോളിന് പോകാം. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന ഒരു ജയിലിലാണ് ഗോവിന്ദചാമി ഉണ്ടായിരുന്നത്. ഇയാൾ ശരീരം മെലിയാനായി മാസങ്ങളോളം ചപ്പാത്തി കഴിച്ചിട്ടും ഇത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് നമുക്കറിയില്ല. അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്തും നടക്കുമെന്ന് മനസ്സിലായ ഗോവിന്ദചാമി കൃത്യമായ പദ്ധതിയും പ്ലാനിങ്ങും തയ്യാറാക്കി. ഇനി ഇയാൾ പുറത്ത് ചാടിയത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടില്ല. ഇയാൾ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ്. അവിടെ ഒരു 3 പൂച്ച തന്നെ ഉണ്ടായിരുന്നു. ആ പൂച്ചകളോട് ഇയാൾ കാണിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. 3 പൂച്ചകളെ അവസാനം പോലീസിന് ഗതികെട്ട് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. പൂച്ചകളെ പോലും വെറുതെ വിടാത്ത ഈ പിശാച് പുറത്തിറങ്ങിയാൽ കൊച്ചു കുട്ടികളെ അടക്കം ശാരീരികമായി ഉപയോഗിക്കാൻ സാധ്യതയില്ലേ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഇരയുടെ അമ്മയെ തീർക്കലാണോ ഇയാളുടെ ലക്ഷ്യം? കാരണം കേസ് നിലനിൽക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കേസിൽ ഇനിയും കൂടുതൽ തനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് പോകാൻ ഇരയുടെ അമ്മയെ തീർക്കാനാണോ ലക്ഷ്യം? ഇനി സഹായിക്കാൻ അഡ്വക്കേറ്റ് ബി ആളൂരില്ല. അപ്പോൾ ഇനി ആരാണ് തൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ ആശങ്ക ഇയാൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾ ജയിൽ ചാടി ഇപ്പോൾ കേരളം വിട്ട് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് പോയാലും അവിടുത്തെ സ്ത്രീകളെയൊക്കെ ഇയാൾ ദുരുപയോഗം ചെയ്യും. ഈ സ്ത്രീകളെ എന്താ പറയുക, അബോധാവസ്ഥയിലാക്കിയിട്ട് ലൈംഗികമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഗോവിന്ദചാമിയുടെ സ്ഥിരം ജോലി എന്ന് പറയുന്നത്. അതായത് അവരെ തലക്കടിച്ചോ അല്ലെങ്കിൽ അവരെ അടിച്ച് പദം വരുത്തി അവരെ മയക്കിയതിന് ശേഷം, അവരുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടതിന് ശേഷം അവരെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ രീതി എന്ന് പറയുന്നത്. ഇയാളുടെ കുടുംബമൊക്കെ, അച്ഛൻ മിലിറ്ററിയിൽ എന്ന് പറയുന്നു, അമ്മ മാനസിക രോഗിയായിരുന്നു എന്ന് പറയുന്നു, അച്ഛൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു, ആണെന്നും പറയുന്നു. കൃത്യമായി ഇയാളുടെ ജീവിതം എന്താണെന്നോ ഇയാൾ എവിടെ നിന്ന് വരുന്നതാണെന്നോ തമിഴ്നാട്ടിലെ വില്വാപുരം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. അവിടെ തമിഴ്നാട്ടിൽ തന്നെ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. മാത്രമല്ല ഇയാളുടെ ഒരു കൈ പോയതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിലൊക്കെ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട്. കാരണം ജയിലുകളിലൊക്കെ അതീവ സുരക്ഷയിൽ കഴിയുന്ന ക്രിമിനലുകൾ സുരക്ഷിതരല്ലേ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലീസുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായാലേ പറ്റും. അതാണ് പോലീസ് മേധാവി തന്നെ റവാഡ ചന്ദ്രശേഖർ തന്നെ പറഞ്ഞത്. എനിക്ക് കൃത്യമായ ഉത്തരം വേണം, ഇല്ലെങ്കിൽ ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ അവിടെ വച്ച് പൊറപ്പിക്കില്ല എന്നുള്ളത്. എന്തായാലും ചാമിയെ രക്ഷപ്പെടുത്തിയവരൊക്കെ പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.